ഹായ് വെൽക്കം ടു മാറ്റ്കം കെമിസ്ട്രി ലെക്ചർ സീരീസിലേക്ക് മറ്റൊരു ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പർട്ടിക്കുലർ പോർട്ട് എന്ന് പറയുന്നത് KTUവിലെ കെമിസ്ട്രി കോംപ്ലിമെന്ററി പേപ്പറിലെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. അതിനകത്തും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടെമ്പററി ഹാർഡ്നസും പെർമനന്റ് ഹാർഡ്നസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ ഫണ്ടമെന്റൽ ഐഡിയാസ് എന്താണ് ഹാർഡ്നസ്, എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ കാൽസ്യം കാർബണേറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കണ്ട് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണുവാണെങ്കിൽ നല്ലതായിരിക്കും. ബട്ട് ഇവൻ ഇത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, ബട്ട് മറ്റേത് കണ്ടിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി ക്ലാരിറ്റി കിട്ടുന്നതാണ്. So question പറഞ്ഞിരിക്കുന്നത് a sample of water found to contain magnesium bicarbonate of 7.3 milligram per liter, calcium bicarbonate of 16.2 milligram per liter, magnesium chloride of 9.5 ppm, calcium sulfate of 13.6 milligram per liter, 13.6 milligram per liter. Then they're telling that calculate the temporary and permanent hardness of water. അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നസ് ഓഫ് വാട്ടർ സാമ്പിൾ ഇഫ് ദ 10.6 milligram per liter ഓഫ് സോഡിയം കാർബണേറ്റ് ഈസ് ആഡ്. നമ്മൾ ആദ്യം ഫസ്റ്റ് പാർട്ടിനെ പറ്റി മാത്രം ചിന്തിക്കുക. സെക്കൻഡ് പാർട്ട് നമുക്ക് രണ്ടാമതായിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഹാർഡ്നസ് രണ്ട് രീതിയിലുണ്ട്, ടെമ്പററി ഹാർഡ്നസും പെർമനന്റ് ഹാർഡ്നസും. നമ്മൾ ടെമ്പററി ഹാർഡ്നസിന് കാരണം എന്ന് പറയുന്നത് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ആണ്. പെർമനന്റ് ഹാർഡ്നസിന് കാരണം എന്ന് പറയുന്നത് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽസ്യം, മഗ്നീഷ്യം, അയൺ, അലുമിനിയം. ഓക്കെ, ഡൺ. ഈ ഒരു ഐഡിയ നമ്മൾ കീപ്പ് ചെയ്യാം. നമ്മൾ എല്ലാത്തിനെയും നമ്മൾ എന്താണ് കാൽസ്യം കാർബണേറ്റിന് ഇക്വലന്റ് ഹാർഡ്നസ് ആയിട്ടാണ് എഴുതുന്നത്. അത് എന്തുകൊണ്ട് എടുത്ത ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. അതായത് കാൽസ്യം കാർബണേറ്റ് ഇക്വിവാലന്റ് ഹാർഡ്നസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹാർഡ്നസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. നമുക്കിവിടെ തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? നമുക്ക് തന്നിരിക്കുന്ന മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഉണ്ട്, MgHCO3 ട്വൈസ് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഉണ്ട്, കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ട്, പിന്നെ മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്, കാൽസ്യം സൾഫേറ്റ് ഉണ്ട്. സോ നമ്മൾ മഗ്നീഷ്യം ബൈകാർബണേറ്റ് എടുത്താൽ മഗ്നീഷ്യം കാർബണേറ്റിന്റെ വെയിറ്റ് തന്നിരിക്കുന്നത് 7.3 milligram per liter ആണ്. കാൽസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് 16.2 milligram per liter ആണ്. മില്ലിഗ്രാം പെർ ലിറ്റർ PPM തന്നാലും നിങ്ങൾക്ക് ഒരേ യൂണിറ്റ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്, കാരണം രണ്ടും ഇക്വേറ്റബിൾ യൂണിറ്റ് ആണ്. സോ ഇതെന്ന് പറയുന്നത് 9.5 milligram per liter ആണ്. കാൽസ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 13.6 milligram per liter ആണ്. ഇതാണ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി. നമുക്കറിയാം ഇതിനെ കാൽസ്യം കാർബണേറ്റിന്റെ ടേംസിലേക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഹാർഡ്നസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിന്റെ മോളിക്കുലർ വെയിറ്റ് വേണം. സോ ദ മോളിക്കുലർ വെയിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്കുലർ വെയിറ്റ് ഓഫ് മഗ്നീഷ്യം ബൈകാർബണേറ്റ്. മഗ്നീഷ്യത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 24 പ്ലസ് ഹൈഡ്രജന്റെ 1, കാർബൺ 12, ഓക്സിജൻ എന്ന് പറയുന്നത് 16, 3 ഉള്ളതുകൊണ്ട് 16 × 3. ദെൻ അങ്ങനെ എത്രയുണ്ട്? ബൈകാർബണേറ്റ് 3. സോ ബൈകാർബണേറ്റുകൾ 2. സോ × 2. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 24 പ്ലസ് 16 3 48, 48 12 60, 10 60 61, 61 × 2 122. സോ ദിസ് ഇസ് ഈക്വൽ ടു 146 എന്ന് കിട്ടും. കാൽസ്യം ബൈകാർബണേറ്റ് എടുക്കുമ്പോൾ കാൽസ്യത്തിന്റെ വെയിറ്റ് 40, ബൈകാർബണേറ്റ് എത്രയാണ്? 122. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 162. മഗ്നീഷ്യം ക്ലോറൈഡ് എടുക്കുമ്പോൾ മഗ്നീഷ്യം 24, ക്ലോറിൻ എന്ന് പറയുന്നത് 35.5 × 1. ഈ അറ്റോമിക് വെയിറ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എങ്ങനെ അറ്റോമിക് വെയിറ്റുകൾ എല്ലാം ലിസ്റ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാവുന്നതാണ്. ഈക്വൽ ടു 71 പ്ലസ് 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 95. ദെൻ കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ കാൽസ്യം 40, സൾഫർ എന്ന് പറയുന്നത് 32, ഓക്സിജൻ എത്രയാണ്? 16 × 4. 16 × 4 64, 64 32 96, 96 40 136 എന്ന് കിട്ടും.
അപ്പോൾ ഇനി നമുക്ക് എന്താണ് കാൽസ്യം കാർബണേറ്റിന്റെ ഇക്വലന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് 7.3 ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് 100 ഡിവൈഡഡ് ബൈ 146. Then the second one is going to be 16.2 into 100 divided by 162. This is 9.5 into 100 divided by 95. This is 13.6 into 100 divided by 136. Simple calculations are 16.2 you can say 10 ആയിക്കിട്ടും 100 by 10 you will get 10 ppm. Unit എന്ന് പറഞ്ഞാൽ 10 ppm ആയിരിക്കും. This also cancellation you get 10 here. This will also become 10 ppm. This also on cancellation you will get 10 ppm. Correct? Fine. So when you're considering 146 divided by 7.3, what will you get? 146 divided by 7.3, that will be equal to 20 times, because 73 into 2 ആണ് 146 എന്ന് പറയുന്നത്. So it will become 20 times 100 divided by 20, that is equal to 5 ppm. Understood? So usually നമുക്ക് തരുന്ന കാൽക്കുലേഷൻസ് എല്ലാം കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് തരിക. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് എല്ലാ ഹാർഡ്നെസ്സോടെ കൂടുന്നതാണ് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ മഗ്നീഷ്യം ബൈകാർബണേറ്റ് 5 പ്ലസ് കാൽസ്യം ബൈകാർബണേറ്റ് 10, മഗ്നീഷ്യം ക്ലോറൈഡ് 10 പ്ലസ് കാൽസ്യം സൾഫേറ്റ് 10, that will be equal to 35 ppm. Then we can calculate temporary hardness. Temporary hardness will be equal to, due to calcium bicarbonate and magnesium bicarbonate, that is 5 plus 10, that is equal to 15 ppm. That means permanent hardness is equal to, permanent hardness means total hardness minus temporary hardness, that is 35 minus 15, that is equal to 20 ppm. Clear? നമ്മുടെ ഹാർഡ്നെസ് എത്രയാണ് കണ്ടുപിടിച്ചു. നമ്മളോട് ഇനി ചോദിച്ചിരിക്കുന്നത്, ദേ ആർ ആസ്കിംഗ് ദാറ്റ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്തേക്ക് 10.6 മില്ലിഗ്രാം പെർ ലിറ്റർ ഓഫ് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്താൽ ടെമ്പററി ഹാർഡ്നെസ്സിനും പെർമനന്റ് ഹാർഡ്നെസ്സിനും എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ടെമ്പററി ഹാർഡ്നെസ്സിനും പെർമനന്റ് ഹാർഡ്നെസ്സിനും എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ sodium carbonate can replace the hardness producing substance as a calcium carbonate. Sodium carbonate ne calcium hardness producing substance ne calcium carbonate ആയിട്ട് precipitate ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിലേക്ക് സോഡിയം കാർബണേറ്റ് നമ്മൾ ആഡ് ചെയ്താൽ കാൽസ്യം കാർബണേറ്റ് ആയിട്ട് നമ്മൾ ഈ സാധനം precipitate ആയിട്ട് നമ്മുടെ ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 10.6 milligram per liter of sodium carbonate ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം അതിന് ഇക്വിവാലന്റ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് കണ്ടുപിടിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ദ കാൽസ്യം കാർബണേറ്റ് ഇക്വിവാലന്റ് ഹാർഡ്നെസ് ഇസ് ഈക്വൽ ടു എത്രയുണ്ട്? 10.6 ഓഫ് sodium carbonate into molecular weight of calcium carbonate is 100 divided by the molecular weight of sodium carbonate. Sodium എന്ന് പറയുന്നത് 23 into 2 plus carbon എന്ന് പറയുന്നത് 12 plus oxygen 16 into 3. So this will become 46 plus 12 plus 16 into 3. 16 into 3 is 48. 48 plus 12 is 60. 60 plus 40 is 106. So 106 is the molecular weight of sodium carbonate into 106. On cancellation, you will be getting 10 ppm. So what will be happening? 10 ppm of permanent calcium is removed. 10 ppm of the permanent calcium will be removed as calcium carbonate. അതായത് പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമായതിൽ നിന്ന് നമ്മൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 10 ppm, അതായത് സോഡിയം കാർബണേറ്റ് ഓഫ് 10.6 milligram per liter ഓഫ് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് 10 ppm ഓഫ് കാൽസ്യം കാർബണേറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? അതിൽ 10 ppm ഓഫ് കാൽസ്യം കാർബണേറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ നോക്കി എന്ത് സംഭവിക്കും? നമ്മുടെ ടോട്ടൽ ഹാർഡ്നെസ് എത്രയായിരുന്നു? ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തത്
35 ppm ആയിരുന്നു. 10 ppm കാൽസ്യം കാർബണേറ്റ് റിമൂവ് ചെയ്താൽ 35 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ppm. 25 ppm ആണ് ന്യൂ പെർമനന്റ് ഹാർഡ്നസ്, ടോട്ടൽ ഹാർഡ്നസ് എന്ന് പറയുന്നത്. ടെമ്പററി ഹാർഡ്നസ് എത്ര തന്നെയാണ്? ടെമ്പററി ഹാർഡ്നസ് നമുക്ക് ഒരിക്കലും ഇത് ആഡ് ചെയ്ത് റിമൂവ് ചെയ്യണം, ജസ്റ്റ് നമ്മൾ ബോയിൽ ചെയ്തോ ഫിൽറ്റർ ചെയ്തോ ഒക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ ടെമ്പററി ഹാർഡ്നസ് എത്രയാണ്? മുമ്പേ ഉണ്ടായിരുന്ന 10 + 5 15 ppm. 10 + 5 15 ppm. കാരണം ബിക്കോസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. Then we have permanent hardness. Permanent hardness will be equal to total hardness 25 minus 15, that is equal to 10 ppm. So this would be the new permanent hardness. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ ആഡ് ചെയ്ത് ഹാർഡ്നസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്നത്. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ഇക്വാലന്റ് ടു ഹൗ മച്ച് എമൗണ്ട് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. അത്രയും എമൗണ്ട് കാൽസ്യം കാർബണേറ്റ് റിമൂവ് ആയി, അത്രയും എമൗണ്ട് പെർമനന്റ് ഹാർഡ്നസ് മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് എക്സ്പ്ലനേഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിലും അതുകൂടി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് അതിനുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാവും. As a token of gratitude, please like to this particular video, subscribe to our channel, share with your friends, family groups, those who are interested to learn. Various playlists are created in the channel related to Indian polity, quantitative aptitude, reasoning, etc. Keep watching, keep learning. Thanks for watching. Bye.